എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൈഗൈ പവർ മിനിവീഡറിനെ പറ്റിയാണ്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വേറൊരു കമ്പനി നൽകാത്ത ഫീച്ചറിലും പ്രൈസിലുമാണ് MDM ഇന്നിവിടെ ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വൈഗൈ പവർ മിനിവീഡർ എവിടെയൊക്കെ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കിയാൽ നമ്മുടെ ചെറിയ കൃഷിയിടങ്ങളിലും അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിലും കള പറിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ആളെ വിളിച്ച് നമ്മുടെ അടുക്കള തോട്ടത്തിലും കൃഷിയിടങ്ങളിലും കള പറിക്കാൻ നോക്കിയാൽ അവരുടെ കൂലി, പിന്നെ ഒരു മാസത്തിന് ശേഷമൊക്കെ അത് വീണ്ടും കളകൾ വളർന്ന് പിന്നെ അതും പറിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ വീണ്ടും നമ്മൾ ചെലവ് ചെയ്യണം. അപ്പം അത് നമ്മളെ വലിയൊരു നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൈസ ചെലവിലേക്കാണ് അത് കൊണ്ടെത്തിക്കുക. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ടൈം ഉള്ളപ്പോൾ എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെഷീൻ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നിലവിൽ മാർക്കറ്റിലുള്ള വേറെ കമ്പനിയുടെ മിനി പവർ വീഡർ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെ പാർട്സും ഈ ഒരു മെഷീനിലും ആ ഒരു മെഷീനിലും എന്തൊക്കെ പാർട്സ് തന്നെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോ ഉദാഹരണത്തിന് ആദ്യം തന്നെ ഈ ഒരു ഗാർഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഗാർഡ് എന്തിനാ കൊടുത്തേക്കണെന്ന് വെച്ചാൽ ഇത് പെട്രോൾ ടാങ്ക് ആണ് വരുന്നത്. ഈ പെട്രോൾ ടാങ്ക് പ്ലാസ്റ്റിക്കിലാണ് ഇതിന്റെ മെറ്റീരിയൽ. അപ്പം നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എവിടെ തട്ടോ മുട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മെറ്റലിന്റെ ഒരു ഗാർഡ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഗാർഡ് വേറെ കമ്പനിയുടെ വേറെ മെഷീൻസിലേക്ക് നോക്കുവാണെങ്കിൽ അവരത് വെച്ച് തരുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പൈസ മേടിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കമ്പനിയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ ഈ ഗാർഡോട് കൂടിയാണ് എല്ലാ മെഷീൻസും ഇവിടുന്ന് കർഷകർക്ക് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുവാണെങ്കിൽ 68 cc ഹൈ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 HP എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ അവർ 63 cc വരെ മാക്സിമം പറയാറുള്ളൂ. ഇനിയിപ്പോ നമുക്ക് എക്സ്ട്രാ പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അതിനനുസരിച്ചായിട്ടുള്ള പൈസ അവർ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു വൈഗൈ മിനി പവർ വീഡറിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ 68 cc ഹൈ പവർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പൊ എല്ലാ എഞ്ചിനും എയർ ഇൻടേക്കിന് വേണ്ടി എയർ ഫിൽറ്റർ കൊടുക്കാറുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ബാക്കിയുള്ള പവർ വീഡറിലൊക്കെ ഈ ഒരു സൈഡിലാണ് എയർ ഫിൽറ്റർ വരിക. പക്ഷെ ഈ ഒരു മെഷീനിൽ പൈപ്പ് വഴി എക്സ്റ്റെൻഡ് ചെയ്ത് എയർ ഫിൽറ്റർ ഒന്ന് മാക്സിമം മേലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എന്താന്ന് വെച്ചാൽ ബ്ലേഡും ഈ കാണുന്ന താഴെ തന്നെയാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മണ്ണോ കാര്യങ്ങളൊക്കെ വന്ന് എയർ ഫിൽറ്റർ അടയാനും എഞ്ചിനിലേക്ക് ബ്ലോക്ക് വീഴാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം മേലെ തന്നെ ഈ ഒരു എയർ ഫിൽറ്റർ കൊടുത്തേക്കുന്നത്. ഇത് തന്നെ ഈ ഒരു ഫീച്ചർ തന്നെ നമ്മൾ വേറെ കമ്പനിയുടെ മെഷീൻസിൽ നോക്കുവാണെങ്കിൽ ഇവർ ചെയ്തു തരും, മേലെയായിട്ട് ചെയ്തു തരും. പക്ഷെ അതിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഒരു മെഷീനിൽ ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഏതൊരു എഞ്ചിൻ നോക്കുവാണെങ്കിൽ അതിന്റെ ഫ്രെയിം, അതിന്റെ ബേസ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പൊ ഈ ഒരു എഞ്ചിൻ വെച്ചേക്കുന്ന ഈ ഒരു ഫ്രെയിം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തേക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ വർക്ക് ചെയ്യുമ്പോൾ ഈ മണ്ണും കാര്യങ്ങളും ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് വന്നിട്ട് അത് തുരുമ്പ് വന്നിട്ട് ഇവിടെയൊക്കെ ഓട്ട വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റൽ കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫ്രെയിമും എഞ്ചിൻ ഫ്രെയിമും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ച് ഈ ഒരു നെറ്റ് ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചരിക്കാനും മേളിലേക്ക് ആക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ബ്ലേഡിന്റെ സവിശേഷതകളും നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 അടി അകലത്തിലുള്ള കളകൾ പറിക്കാനാണ് ഈ ബ്ലേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബ്ലേഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് നോക്കിയാൽ അലൈസീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഇതിന്റെ ബ്ലേഡുകളൊക്കെ നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ഭയങ്കര തിക്നെസ്സും ആണ്. ഈ ഓരോ ബ്ലേഡിനും ഭയങ്കര തിക്നെസ്സും ആണ്. പിന്നെ വേറെ കമ്പനികളുടെ മെഷീൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരൊറ്റ ബ്ലേഡ് ഒറ്റ ഷാഫ്റ്റ് ആയിട്ടാണ് വരിക. നമുക്ക് ഊരാനോ ഒന്നിനും പറ്റില്ല. അപ്പൊ നമുക്കിത് ഈ ഒരു പിന്ന് ഊരിയ നമുക്ക് ഈ ഒരു സെക്ഷൻ അങ്ങോട്ട് ഊരി എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് ഒരടിയൊക്കെ കള പറിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ 2 സൈഡിലെയും ബ്ലേഡുകൾ ഊരിയിട്ട് ഒരടി അകലത്തിലുള്ള കളകൾ മാത്രമായിട്ട് പറിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ എഞ്ചിൻ ഒന്ന് 2 സ്ട്രോക്ക് എഞ്ചിനാണ് വരുന്നത്. അപ്പൊ 2 സ്ട്രോക്ക് എഞ്ചിനിൽ 68 cc വരെ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു മണ്ണിൽ എത്ര കട്ടിയുള്ള മണ്ണാണെങ്കിൽ പോലും അവിടെ ഈസി ആയിട്ട് നമുക്ക് കള പറിക്കാനും ഇപ്പൊ എവിടെയെങ്കിലും ചെളിയിലോ വലിയ കുഴിയിലൊക്കെ പെട്ടുപോയാലും അവിടുന്ന് സുഖമായിട്ട് കയറി വരാനും ഇതിന്റെ ഈ 2 സ്ട്രോക്ക് എഞ്ചിനിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കൊണ്ട് നമുക്ക് സുഖമായിട്ട് കയറി വരാൻ പറ്റും. ഇപ്പൊ നമ്മൾ പണിക്കാരെ വെച്ച് കള പറിക്കുമ്പോൾ ഒരു മേളത്തെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മഴയൊക്കെ പെയ്ത് പെട്ടെന്ന് തന്നെ കള വീണ്ടും തിരിച്ചു വളരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ഈ വൈഗൈ മിനിവീഡർ വെച്ച് കള പറിക്കുമ്പോൾ ഈ ഒരു ബ്ലേഡ് കൊണ്ട് ആഴത്തിൽ തന്നെ അതിന്റെ വേരോട് കൂടിയ തന്നെ പറിച്ചു കളയാണ്. അപ്പം വീണ്ടും ആ ഒരു സ്ഥലത്ത് തന്നെ കള വളർന്നു വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വളർന്നു വന്നാൽ തന്നെ അത് അധികം ടൈം എടുക്കും. അപ്പൊ ഇതിൽ കൊടുത്തേക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്സിലേറ്റർ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള നമുക്ക് പണിസ്ഥലത്ത് കള പറിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമുള്ള പവർ മാത്രം നമുക്ക് ഈ ഇതിലോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ എഞ്ചിനിലേക്കുള്ള ലോഡ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ എഞ്ചിൻ ഹീറ്റ് കുറയ്ക്കാൻ പറ്റും.
അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂവൽ കൺസപ്ഷൻ, അതായത് ഫ്യൂവൽ എടുക്കുന്ന ആ ഒരു എക്കണോമി നമുക്ക് കൂട്ടാനായിട്ടും പറ്റും. അപ്പൊ ഈ ഒരു ഫ്യൂച്ചർ, അതായത് ആക്സിലേറ്റർ എന്ന ഫ്യൂച്ചർ വേറൊരു കമ്പനി ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ MDMലെ വൈഗൈ മിനി പവർ വീഡറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മെഷീനിൽ 2 ടയറുകൾ കൊടുത്തേക്കുന്നത് കാരണം നമുക്ക് വൈബ്രേഷൻ ഒട്ടും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഒറ്റ ടയർ ആണെങ്കിൽ നമുക്ക് അതിൽ വൈബ്രേഷൻ, എഞ്ചിന്റെ വൈബ്രേഷൻ ഒക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ 2 ടയർ വന്നേക്കുന്നത് കാരണം വൈബ്രേഷൻ നമുക്ക് ഒട്ടും നമ്മുടെ കയ്യിലൊന്നും അറിയിക്കാണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പൊ എല്ലാവരും ആലോചിക്കുന്നത് ഇതിന്റെ പ്രൈസിനെ പറ്റിയായിരിക്കും. അപ്പം ഇത് സാധാരണ രീതിയിൽ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 24,300 പക്ഷെ ഇത് ദീപാവലി ഓഫറും പിന്നെ ഇത് ലോഞ്ചിങ്ങിന്റെ ഓഫർ ആയത് കാരണം 1 അല്ല 2 അല്ല 3 അല്ല 5,000 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതായത് 19,300 രൂപയ്ക്കാണ് ഇത് നിങ്ങളിലേക്ക് എത്തുക. അപ്പൊ നിങ്ങൾ ഒട്ടും താമസിപ്പിക്കേണ്ട, ആദ്യം വിളിക്കുന്ന 20 പേർക്ക് മാത്രമേ ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ മെഷീൻ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആദ്യം തന്നെ വിളിച്ച് ഈ ഒരു മെഷീനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിഞ്ഞ് ഇത് ബുക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു.